ായിരിക്കുന്നു. ഒമാൻ തീരത്താണ് കപ്പലുകൾ കൂട്ടിയിടിച്ച് തീപിടിച്ചത്. എണ്ണ ടാങ്കറും മറ്റൊരു കപ്പലും തമ്മിലായിരുന്നു കൂട്ടിയിടി. ഇറാൻ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്കിന് സമീപത്താണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. സുരേഷ് വെല്ലുമുറ്റം ചേരുന്നു. സുരേഷ്, ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ടുള്ള നടപടികളിലേക്കൊക്കെ പോകും എന്ന ചില മുന്നറിയിപ്പുകളൊക്കെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ അപകടം എങ്ങനെ സംഭവിച്ചതാണ്? കൂട്ടിയിടി തന്നെയാണോ? നിലവിൽ ഈ യുദ്ധം നടക്കുന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? ദിവിഷ, അത്തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ട് സ്വാഭാവികമായും. കാരണം ദിവിഷ സൂചിപ്പിച്ചതുപോലുള്ള ആ യുദ്ധവും അതോടൊപ്പം തന്നെ ഇറാനോട് ചേർന്നുള്ള സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് തൊട്ടടുത്ത് ആണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിന് അടുത്ത് ഒമാന്റെ തീരത്തിന്റെ ഈ ഭാഗത്താണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒമാന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഒരു എണ്ണ ടാങ്കർ, അത് ആന്റിഗ്വയുടെ എണ്ണ ടാങ്കറാണ്. അഡ്ലിൻ എന്ന് പറയുന്ന ആന്റിഗ്വയുടെ എണ്ണ ടാങ്കറാണ് ഇടിച്ചിട്ടുള്ളത്. മറ്റൊരു കപ്പലുമായിട്ട്, ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ചു. ഇത് വലിയൊരു മദർഷിപ്പാണ്. അത്രയധികം എണ്ണ അതിനകത്തുണ്ട്. ഈ രണ്ട് കപ്പലുകളിലും ഉണ്ടായിരുന്ന 24 ജീവനക്കാരെ രക്ഷിച്ചതായിട്ടാണ് അറിയുന്നത്. അത് UAE-യുടെ ഗോർഫക്കാൻ തീരത്തേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫുജൈറോട് ചേർന്നുള്ള ഗോർഫക്കാൻ തീരത്തേക്കാണ് ഈ 24 വരെയും രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും കപ്പലില് എണ്ണ ടാങ്കറിന് തീപിടിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല. അല്പം മുൻപ് ഇന്ന് രാവിലെയാണ് അപകടം, പ്രാദേശിക സമയം രാവിലെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ദിവിഷ് സൂചിപ്പിച്ചതുപോലെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാൻ അടച്ചിടുമെന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. ഏറ്റവും അധികം കപ്പലുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എണ്ണ കപ്പലുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ചരക്ക് കപ്പലുകളാണെങ്കിലും കടന്നു പോകുന്ന ഒരിടം കൂടിയാണ് ഇത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ അപകടം. സുരേഷ് വെല്ലുമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. ഒമാൻ തീരത്താണ് രണ്ട് കപ്പലുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. മറ്റു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ